ഇനി ദിലീപേട്ടന്റെ മൂവി വരാനിരിക്കുന്നത് ബബ ബബ. അതില് ലാലേട്ടൻ ഉണ്ടോ? ഇവിടെ ഇരിക്കുന്നത് യെസ് ഓഫ് കോഴ്സ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം. ഇങ്ങനെ ഒരു കഥാകാരോട് ചെയ്യാൻ പാടില്ലടാ. ഈ കുട്ടിലേക്ക് വരുമ്പോ ഫുഡ് കഴിക്കാതെ വരിക. ഹലോ നമസ്കാരം, വണക്കം, അസ്സലാം വലൈക്കും. ഞാൻ അബി ഫ്രം മിർച്ചി 104.2. ചിരിയും ചിന്തയും ഇമോഷൻസിന്റെ ഒട്ടധികം ഫ്ലേവേഴ്സ് സിനിമയിൽ കൂടെ നമ്മൾക്ക് തരുന്ന നമ്മുടെ ദിലീപേട്ടൻ ഇവിടെ രുചികളുടെ നിറക്കൂട്ടുമായി ദീപുട്ടുമായിട്ട് ബഹറിലെത്തിയിട്ടുണ്ട്. അപ്പൊ സിനിമയുടെ കുറെ വിശേഷങ്ങളും ദീപുട്ടിന്റെ കുറെ വിശേഷവും ദിലീപേട്ടൻ മാത്രമല്ല കൂടെ നാദൃഷ്കയുണ്ട്. നമുക്ക് ചോദിച്ചറിയാം, ഒരുമിച്ച് സ്വാഗതം ചെയ്യാം. വെൽക്കം. നമസ്കാരം. വെൽക്കം ടു ബഹ്റൈൻ, വെൽക്കം ടു മിർച്ചി. നമസ്കാരം. സോ ഹാപ്പി. ഞാൻ ദിലീപേട്ടന്റെ മൂവീസ് റിപ്പീറ്റിൽ കാണുന്ന ഒരാളാണ്. കുറെ മൂവീസ് നമ്മള് കോമഡി സീൻസ് ഒക്കെ നമ്മള് ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് കാണണം എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. ഡയറക്ട്ലി നമ്മൾ റിപ്പീറ്റിൽ മൂവീസ് കാണും, റിപ്പീറ്റിൽ കോമഡി സീൻസും കാണും. അപ്പോ ഇപ്പൊ ഒരു 150യുടെ മേലെ മൂവീസ് ദിലീപേട്ടൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒത്തിരി അല്ലേ, കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. 150 ബോയ്സ് എന്റെ 151 ബബ കറക്റ്റ്. കറക്റ്റ് കറക്റ്റാ, സത്യം. അപ്പൊ ഇത്രയും ക്യാരക്ടേഴ്സ് ദിലീപേട്ടൻ ചെയ്തപ്പോ ദിലീപേട്ടന് മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന ക്യാരക്ടർ ഏതെങ്കിലും ഒരെണ്ണം? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ഒരുപാട് കഥാപാത്രങ്ങളെ ഞാൻ ഇഷ്ടത്തോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനെ വേർതിരിച്ച് കാണിച്ചത്, അതിനെ പക്ഷപാതം കാണിക്കാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. അല്ലെങ്കിൽ ഫേവറേറ്റ് മേക്ക് ഓവർ? ഇപ്പൊ ഡിഫറെന്റ് ഫിസിക്കൽ അപ്പിയറൻസിൽ വന്നിട്ടുണ്ടല്ലോ ഡിഫറെന്റ് മൂവീസ്. എല്ലാം വേറെ വേറെ അല്ലേ. ഇപ്പൊ കുഞ്ഞനല്ല ചാന്തുകൂട്ടല്ല മായമോഹിനി അല്ല കേശു. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളല്ലേ. എല്ലാം ഡിഫറെന്റ്. നമ്മള് ഒരു മൊത്തം നമ്മളിൽ നിന്ന് വേറെ വേറെ രൂപങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു അതെ. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴില്ലേ ദിലീപേട്ട, ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എവിടെ നിന്നാണ് ഈ റിയാലിറ്റിയും ഈ അഭിനയം ആ ഒരു ക്യാരക്ടറിലേക്ക് നമ്മൾ അലിഞ്ഞ്. ഇപ്പൊ ദിലീപേട്ടനൊക്കെ ഇറ്റ്സ് ലൈക്ക് ജീവിക്കുക പോലെയാണ്. അപ്പൊ ഹൗ ഡു യു ഗെറ്റ് ദാറ്റ് ഡിഫറൻസ്? ആ ഒരു ഓരോ കഥാപാത്രങ്ങളുടെ രീതികള്, അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ഡയലോഗ് റെൻഡറിങ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പുതിയതായിട്ടൊരു കഥാപാത്രം ചെയ്യുമ്പോൾ നമ്മൾ അതിലെന്ത് പരീക്ഷണം നടത്താൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ആ കഥാപാത്രത്തിന്റെ കാര്യങ്ങൾ ആ സിനിമയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ശ്രമം. നാദഷ്ക, ഞാനൊരു ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ സ്റ്റോറി പറഞ്ഞിട്ട്, ലൈക്ക് ചെറുതിൽ നിങ്ങൾ രണ്ടുപേരുടെ വീട്ടിലും ഉമ്മയും അമ്മയും ഫുഡ് റെഡിയാക്കി വയ്ക്കും, ഏത് വീട്ടിലേക്കായിരിക്കും പോവുക. ഐ മീൻ ഇവിടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും നമുക്ക് ഫ്രണ്ട്സ് തന്നെയാണ് ആ ഒരു പ്രചോദനം ടു കീപ് ലിവിങ് ഫോർവേഡ്. അപ്പൊ നിങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ജസ്റ്റ് ഒരു ഗ്ലിംസ് ഒന്ന് പറയാൻ പറ്റുമോ? ആ ഗ്ലിംസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. യെസ് ഓഫ് കോഴ്സ്. ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്ന് സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്? അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ആദ്യമായിട്ട് കണ്ടുകൂട്ടിയത് പല സ്ഥലത്ത് വെച്ചിട്ട് ആദ്യമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പതുക്കെ മിമിക്രിയിലൂടെ അല്ലെങ്കിൽ കാസറ്റുകളിലൂടെ ഉള്ള ബന്ധം, പിന്നെ അത് ഓഡിയോ കാസറ്റ്, പിന്നെ ഓഡിയോ CD ആയി, അത് വീഡിയോ കാസറ്റായി, പിന്നെ ടെലിവിഷൻ പരിപാടികൾ, പിന്നെ സിനിമ. ഞങ്ങളുടെയൊക്കെ ഒരു വളർച്ച എന്ന് പറയുന്നത് വളരെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. നമ്മളൊരു സ്റ്റെപ്പ് കയറുമ്പോൾ ലിഫ്റ്റില്, ഇപ്പോഴത്തെ പിള്ളേരെ പോലെ ലിഫ്റ്റിൽ പോകുന്ന ആൾക്കാരല്ല ഞങ്ങള്. ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ നടന്നാണ് ഞങ്ങൾ എത്ര നില കയറിയിട്ടുണ്ടെങ്കിൽ ആ നിലയിൽ വന്നിരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ ഒരു റീൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടക്ക് എന്ന് പറഞ്ഞിട്ട് 101ാമത്തെ നില വരെ എത്താം. അതാണ്. പക്ഷെ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോംസ് ഇപ്പൊ ഒരുങ്ങിയിട്ടുണ്ട്. അതെ, നമ്മളുണ്ടായിരുന്ന കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ കയറി, നമ്മൾ ഒരുപാട് സ്റ്റെപ്പുകൾ കയറിയാണ് ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. മനസ്സിലായി. ഇന്നിപ്പോ വെച്ചാൽ ഒരു വൈറൽ വീഡിയോ വന്നു കഴിഞ്ഞാൽ അതിന്റെ അതാണ് ഇനി വളച്ചൊടിക്കാൻ നിൽക്കണ്ടാരും. അതിന്റെ ആ ഒരു റിയാലിറ്റി കേട്ടോ. ഇപ്പോൾ ആൾക്കാരെ മോശമാക്കിയതല്ല. അല്ല, ഞാൻ പറഞ്ഞ ഇപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. സൗകര്യങ്ങളില്ലാത്ത സമയത്തൊന്നും വന്നല്ലേ. അപ്പൊ അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മളുടെ മക്കള് നമ്മള് കഷ്ടപ്പെട്ടു വന്നാണ്, അല്ലെങ്കിൽ നമ്മള് അവിടെ നിന്ന് വന്നാണ്, ഇവിടുന്ന് വന്നാണ്, എന്താ താല്പര്യമില്ല. അത് മീൻസ് അതിന്റെ ആവശ്യമില്ല. അത് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ തുടങ്ങി നമ്മളത് ശ്രദ്ധിച്ചിരുന്നു.
പക്ഷെ അത് പുതിയ ആളുകൾക്ക് അല്ലാണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളിലൂടെ അല്ലേ ട്രാവൽ ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്ന ഫെയിം ആണെങ്കിൽ എന്താണെങ്കിലും അത് ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് പോവുകയും ചെയ്യും. അല്ല അങ്ങനെയല്ല, അത് പിന്നെ പറയാനും പറ്റൂല. പിന്നെ ഇതൊരു അല്ലെ എല്ലാത്തിനും ബേസ് ചെയ്യുന്നത് ടൈം ഫാക്ടർ എന്ന് പറഞ്ഞത് വലിയ വിഷയമുണ്ട്. പിന്നെ തോന്നിയേക്കുന്നത് നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള കണ്ടന്റ് ഉള്ളവരാണ് കയറി വരാൻ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല ലക്ക് ഫാക്ടർ ഒന്നാണ്. പിന്നെ അതോടൊപ്പം തന്നെ കഠിനാധ്വാനം കൂടി ഉണ്ടെങ്കിൽ വെറൈറ്റി ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഒരേ സ്റ്റൈലല്ലാതെ ഓരോ അതിന് കാലത്തിനനുസരിച്ചിട്ട് കോലം മാറുക എന്ന് പറയുന്നത് പോലെ സിനിമ സഞ്ചരിക്കുന്ന അതേ ഇപ്പം മമ്മൂക്ക ലാലേട്ടനും പോലുള്ള ആൾക്കാർ 40 വർഷത്തോളം നിന്നത് ഈ പറഞ്ഞ അവരൊരു ജേണിയിൽ പോന്നേക്കുന്നത് ഇപ്പോഴും നമ്മൾ പറയുന്നില്ലേ, അവർ പുതിയ പുതിയ കഥാപാത്രങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ദിലീപ് വന്നേക്കുന്ന വഴികളിൽ ദിലീപ് ചെറിയ ഇപ്പോൾ ഒരു പാസിംഗ് ഷോട്ടിലൂടെ വന്ന് പിന്നീട് ഡിഫറെന്റ് ആയിട്ട് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ഡയറക്ടേഴ്സ്, ആർട്ടിസ്റ്റുകൾ എല്ലാവരും കുറച്ച് കൂടി ജനത്തിന്റെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു കെൽപ്പ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഡേ ഫുഡിലേക്ക് വരുമ്പോ ഇവിടെ ഞാൻ എല്ലാരും പറയുന്ന കേട്ടു മറ്റേ ഓണത്തിന്റെ ഇടയിൽ ഫുഡ് കച്ചവടം, ആ കാസറ്റിന്റെ കുറിച്ച്. അപ്പൊ ഡേ ഫുഡിലേക്ക് വരുമ്പോ ഫുഡ് കഴിക്കാതെ വരിക, നല്ല സ്വാദുള്ള ഫുഡ് കഴിച്ചു പോവുക. യെസ്, ഓഫ് കോഴ്സ്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാൻ, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓരോ ഡിഷ് ട്രൈ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ ഓണത്തിന്റെ ഇടയിൽ ഫുഡ് കച്ചവടവും ഡേ ഫുഡും ആയിട്ടുള്ള ഒരു ലിങ്ക് ആ പേരില് എന്തെങ്കിലും? അത് ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ കാസറ്റിൽ കൂടെ നമ്മൾ തുടങ്ങി. അപ്പൊ അതിന്റെ പുട്ട് ഉണ്ട്, അതിൽ പുട്ടുണ്ട്. പിന്നെ ദേ മാവേലി കൊമ്പത്ത് എന്ന് പറഞ്ഞ ഞങ്ങൾ ഈ 3 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ദേ മാവേലി കൊമ്പത്ത് വീണ്ടും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്. കാരണം മറ്റത് വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ പുതിയതായിട്ട് നമുക്ക് ചെയ്തു. അതിൻ്റെ അകത്തൊരു ദേ ഉണ്ട്. അപ്പൊ ആ ദേ എടുത്ത് ആദ്യത്തെ പുട്ടിന്റെ കൂടെ ചേർത്ത് ദേ പുട്ടായി. അതൊന്നും അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ, ദേ പുട്ട് എന്നുള്ള പേരിട്ട് ദിലീപാ. ആ സമയത്ത് അതിന് ശേഷമാണ് ഇതിങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ എന്ന് നമ്മൾ പോലും ചിന്തിച്ചത് പോലും. ഞങ്ങൾ ശരിക്കും ദേ മാവേലി കൊമ്പത്ത് എന്നുള്ള പേര് ഞങ്ങൾ പാരഡി ആണല്ലോ ചെയ്യണത്. ഞങ്ങള് തേന്മാവിൻ കൊമ്പത്തിന്ന് എടുത്തതാ ദേ മാവേലി കൊമ്പത്ത്. അത് കറങ്ങിത്തിരി ഇങ്ങനെ വരിക. പിന്നെ ഞങ്ങൾക്ക് ഈ ദേ എന്ന് പറയുമ്പോൾ ആദ്യം ഞങ്ങൾ ആ ദേ എടുത്തു വെച്ചു. പിന്നെ ഞങ്ങൾ ഇപ്പൊ ഒരു ചെയിൻ ഓഫ് ഇതിലേക്ക് വരുമ്പോ അങ്ങനെ വെറും ഒരു ദേ അല്ല എന്നുള്ളത് ദൈവം കറക്റ്റായിട്ട് ദിലീപ്സ് ഹോസ്പിറ്റാലിറ്റി എന്റർടൈൻമെന്റ്സ് എന്നുള്ളൊരു കൂടി കണ്ടു അതേ പ്രാവർത്തികമായി. അപ്പൊ അതുകൊണ്ടാണ് ഈ മറ്റുള്ള കമ്പനികൾ മീൻസ് വേറെ ചെറിയ കടകളൊക്കെ എന്നൊക്കെ കണക്ട് ചെയ്തിടുമ്പോ പറയും നിങ്ങൾ ചെയ്യരുത്, ഞങ്ങൾ ബ്രാൻഡഡ് ട്രേഡ് മാർക്ക് ഉള്ളതാണ്, നിങ്ങൾ ചെയ്യരുത്, രജിസ്റ്റേർഡ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു. അപ്പൊ ഫേവറേറ്റ് പുട്ട് കോമ്പിനേഷൻ ഏതാ രണ്ടുപേർക്കും? എനിക്ക് ആ കാര്യത്തില് ഇവൻ ഒരുപാട് നന്നായി ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. ഇല്ലേ, ഒരു പരിധിവരെ എല്ലാ ഫുഡും ആസ്വദിക്കുന്ന ഒരാളാണ്. ഞാനങ്ങനെ ഭയങ്കര ഫുഡി ഒന്നും അല്ല, പക്ഷെ എല്ലാം ആസ്വദിക്കുന്ന ഒരാളാണ്. പക്ഷെ ഫേവറേറ്റ് പുട്ട് കോമ്പിനേഷൻ ഞാൻ മാമ്പഴവും പുട്ടും ഇഷ്ടമാണ്. ഞാൻ ലളിതമായി പറഞ്ഞാൽ കാരണം ഏറ്റവും കൂടുതൽ വെജ് കൂടുതൽ കഴിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടും മാമ്പഴവും, പുട്ടും പഴവും നമ്മളൊക്കെ ചെറുപ്പത്തിൽ പുട്ടും മാമ്പഴവും നല്ല കോമ്പാണ്. നല്ല മാമ്പഴമാണെങ്കിൽ പുട്ടും കൂടി ഭയങ്കര രസമാണ്. അതുപോലെ ചൂട് പുട്ട്, ചൂട് പാല്, പഞ്ചസാര, നെയ്യ് അങ്ങനെയൊക്കെ കൂടി ഇട്ട് കഴിക്കുന്നത് നല്ല സ്വാദം. പിന്നെ അതിനേക്കാൾ വേറൊരു കോമ്പിനേഷൻ ഉണ്ട്. പണ്ട് ഞങ്ങൾ കഴിച്ചോണ്ടിരുന്നത്, അതായത് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഈ അധികം കറിയും ഇതൊന്നും ഉണ്ടാക്കാനായിട്ട് എൻ്റെ ഉമ്മാക്കൊന്നും നേരം ഉണ്ടാവില്ല. ആ സമയത്ത് ചിലപ്പോൾ പുട്ട് മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ. പിന്നെ ചായ എന്താണെങ്കിലും അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ നല്ല മധുരത്തിൽ ചായ ഉണ്ടാക്കിയിട്ട് ഈ പുട്ട് ആ ഗ്ലാസ്സിലേക്ക് ഇടും, ഗ്ലാസിനകത്തേക്ക്, ചായയുടെ അകത്തേക്ക് ചെറിയ കഷ്ണം പുട്ട്. അപ്പൊ നല്ല മധുരമുള്ള പുട്ടും ഈ ചായ കംപ്ലീറ്റ് ഈ പുട്ട് വലിച്ചെടുക്കും. എന്നിട്ട് ഇത് സ്പൂൺ കൊണ്ട് കോരി തിന്നിട്ടുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് സ്കൂളിൽ പോകാനും നല്ല ടേസ്റ്റുമാണ്. അത് ഇപ്പൊ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ നല്ലതായിരിക്കും. ട്രൈ ചെയ്ത് നോക്കണം. അതെ, ഇത് ഇവിടെയും ട്രൈ ചെയ്യുന്ന കാര്യമാണ് നല്ലത്. അപ്പൊ ഞാൻ സ്റ്റേജ് ഷോ ചായക്കുള്ളിൽ ചായപ്പുട്ട് പേരുമായി നമ്മള് ഇന്റർവ്യൂവിൽ പേരുമായി. അതിന് നല്ല മധുരമുള്ള ചായ ആയിരിക്കും കേട്ടോ, അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. നല്ല മധുരം, പാല് ഒഴിച്ച്. കടും ചായയേക്കാൾ നല്ലത് ഇളം ചായയുടെ കൂടെ അല്ലേ? രണ്ടും ടേസ്റ്റ് ആയിരിക്കും.
അടിപൊളിയായി. ഇത്ര പെട്ടെന്ന് ഒരു ഡിഷ് അത് പെട്ടെന്നൊരു ഡിഷായി. നമുക്കത് ട്രൈ ചെയ്യാം വൈകുന്നേരം ഇവിടെ, അടിപൊളിയായിരിക്കും. അപ്പൊ ഞാൻ ദിലീപേട്ടനെ സ്റ്റേജ് ഷോയിൽ കണ്ടിട്ടുണ്ട് ബഹ്റൈനിൽ നേരത്തെ ഒരുപാട് ഷോസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒരു ഷോയിലാണ് കണ്ടിട്ടുള്ളത്. ഞങ്ങള് എനിക്ക് തോന്നുന്നു 91 തുടങ്ങിയിട്ട് നമ്മൾ ഇവിടെ സ്റ്റേജിൽ ഞങ്ങൾ തന്നെ കലാം സ്റ്റേജ് ദുബായ് കൊണ്ടുവന്നിരുന്ന സമ്മർ ഇൻ അറേബ്യ, അറേബ്യൻ ത്രില്ലർ എക്സ്പ്രസ്, അങ്ങനെ ഒരുപാട് ഷോസ് ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഞാൻ നാഷയുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ടുണ്ട്. കുറെ കാലമായി. ദാസേട്ടന്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. ദാസേട്ടനും സുജാ ചേച്ചി, ദാസേട്ടൻ സുജാ ചേച്ചി, പിന്നെ ദാസേട്ടന്റെ മകൻ വിജയ് യേശുദാസും സുജാ ചേച്ചിയുടെ മകളും, പിന്നെ ദിലീപ്. ഞാൻ 2016 കട്ടപ്പന ഋതിക് അവിടെ ഇറങ്ങുന്നത്. ആ സമയത്ത് ഞങ്ങൾ ഇവിടെ ആ ഷോയിലാണ്. അന്ന് ഞങ്ങളുടെ പടം ദിലീപ് പ്രൊഡ്യൂസ് ചെയ്യണം, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം ഒരാഴ്ച തള്ളിപ്പോയി. അവിടെ ഈ നോട്ട് നിരോധനത്തിന്റെ പ്രശ്നമുണ്ട്. അതിനുശേഷമാണ് ഇവിടെ 18-ാം തീയതി നവംബർ 18 ഞങ്ങൾ ഇവിടെ ഷോ പിടിച്ചേക്കുന്നത്. പക്ഷെ നവംബർ 11 ഞങ്ങളുടെ സിനിമ റിലീസ് ചെയ്യേണ്ടത്. 8-ാം തീയതി നോട്ട് നിരോധനം നവംബർ 8. അപ്പൊ ഞങ്ങളുടെ ആ ഒരാഴ്ച ചില ചില്ലറ പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങൾ ഈ സിനിമ നീട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു ബോർഡൊക്കെ ഡിസൈൻ ചെയ്ത് ഇറങ്ങി. പക്ഷെ ഈ 18-ാം തീയതി സിനിമ റിലീസാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ ഏറ്റിരിക്കുന്ന ഷോ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങളൊക്കെ സ്റ്റേജിൽ നിന്ന് വന്നേക്കണം. നമ്മളെ വിശ്വസിച്ചിട്ട് ഇവിടെ സ്റ്റേജ് ഷോ പിടിച്ചേക്കുന്ന. എന്നിട്ട് അതിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടി നേരെ നാട്ടിൽ സിനിമ റിലീസ് ചെയ്യണതിന്റെ തലേദിവസം കയറി ഇവിടെ വന്ന് ഇവിടെ സ്റ്റേജ് ഷോ നടക്കാൻ വേണ്ടിയിട്ട് അന്ന് വൈകുന്നേരം സ്റ്റേജ് ഷോ ഞങ്ങൾ രണ്ടുപേരും കൂടി ഹോട്ടലിൽ നിന്നിട്ട് ഫോണിലൂടെയാണ് അറിയണത് ഞങ്ങൾ സിനിമ ഹിറ്റാണെന്നുള്ളത്. അന്ന് ദാസേട്ടനും എല്ലാവരോടെയാണ് അതിന്റെ കേക്ക് കട്ട് ചെയ്തിട്ട് അത് വലിയ സന്തോഷം. ഞാനിതുപോലെ 2020 റിലീസ് ചെയ്യുന്ന സമയത്ത് നവംബർ 5-ാം തീയതി ഞാൻ കുവൈറ്റില് ഒരു ഫംഗ്ഷനിലേക്ക്, എന്നിട്ടാണ് ഉച്ചയ്ക്ക് ഞാൻ അറിയണത് പടം സൂപ്പർ ഹിറ്റ്. അപ്പൊ സ്റ്റേജ് ഷോസിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഇന്നും ഓർത്ത് ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റോ? എനിക്ക് ഇന്നും ഓർമ്മയില് ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞങ്ങള് 2010 നമ്മുടെ ആ ഷോ ഇയർ എനിക്ക് ഞങ്ങൾക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞങ്ങൾ ആദ്യത്തെ ഷോ ചെയ്യുന്നത് കുവൈറ്റിലാണ്. കുവൈറ്റല്ലേ? ഞാന് എല്ലാ ഷോസിനും എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് പ്ലാൻ ചെയ്യ ഐറ്റംസ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ ആദ്യമേ റിഹേഴ്സലിന് മുമ്പ് വരും. അപ്പൊ ബാക്കി പിന്നെ കറക്റ്റ് ടൈമിൽ എന്റെ തെറി കേൾക്കും എന്നുള്ള ഒറ്റ ഇത് കൊണ്ട് മണിയും സലി എല്ലാവരും കറക്റ്റ് സമയത്ത് വരും. കാരണം ഞാൻ അവിടെ വന്ന് ആദ്യമേ ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അവന്മാര് അവൻ വന്നിരിപ്പണ്ടാ ജീവിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പൊ എല്ലാ ഷോസിനും അങ്ങനെ സംഭവിക്കാം. ഈ ഷോയ്ക്ക് നമ്മൾ വന്നിരുന്നിട്ടും ഇവര് എല്ലാവരും ഭയങ്കര തിരക്കില്. നമ്മള് ഷൂട്ടിങ് നമ്മൾ ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ വന്നിരിക്കും. അപ്പൊ ഞാനും ഇവനുണ്ട്. അപ്പൊ ഞാൻ പറയാം എന്തോന്നാ നമ്മൾക്കും സിനിമകളൊക്കെ ഉണ്ട്, നമ്മൾ അതെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് വന്നിട്ടാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ ഷോ എന്ന് പറഞ്ഞ റീടേക്സ് ഇല്ല. നമ്മള് ഷോ നടക്കുന്നത് സ്റ്റേജിലാണ്. നമ്മുടെ ഓഡിയൻസിന്റെ മുമ്പിലും ഒരു മറയില്ല. ഒരു മറ മാറിയാൽ പിന്നെ മുഖാമുഖം കാണുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളത് കറക്റ്റ് ആയിട്ട് അവരുടെ മുന്നിൽ പെർഫോം ചെയ്യണമെങ്കിൽ റിഹേഴ്സൽ ചെയ്യണം. ഇനി കുറെ കാര്യം റിഹേഴ്സലിന് ആരുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഫോണിൽ കൂടി വിളിക്കുമ്പോ അത് കുഴപ്പമില്ല, അത് ഐറ്റംസ് നമുക്ക് അങ്ങനെ ചെയ്യാം ഓരോ ആളുകൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അവസാനം ഈ ഓരോ ആൾക്കാർ എത്തുന്നത് പ്രോഗ്രാമിന് പോണേന്റെ തലേ ദിവസം രാത്രിയില് പ്രോഗ്രാമിന് ഒരാൾ വന്നത് പ്രോഗ്രാമിന് പോകുന്ന എയർപോർട്ടിൽ വന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഞങ്ങൾ തമ്മിൽ ടൈമിങ്ങിനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ ഒരുപാട് ഷോസ് ചെയ്ത ആൾക്കാരാണ്. പക്ഷെ ഞാൻ ഭയങ്കര എതിരായി. ഞാൻ ഇവിടെ തോന്നി എന്തുവാണത്, ഇത്ര ഓവർ കോൺഫിഡൻസ് ആണോ നമ്മുടെ ആൾക്കാരെല്ലാം? അങ്ങനെ പാടില്ല, നമുക്ക് അറിയില്ല എന്താ സംഭവിക്കാൻ പോണേന്ന്. അങ്ങനെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ വന്ന് ഒരുപാട് ഐറ്റംസ് ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം പറഞ്ഞിട്ടുള്ളൂ ഫ്ലൈറ്റിൽ നീ അത് ഇതൊക്കെ പറയാണ് ഇങ്ങനെ. അങ്ങനെ വന്ന് നേരെ ഫസ്റ്റ് ഷോ ഞങ്ങൾ നോക്കുമ്പോണ്ടല്ലോ ഹ്യൂജ് ക്രൗഡാണ്. ആ ക്രൗഡ് വന്നിരിക്കുന്ന അമ്മാതിരി ടീമാ വന്നേക്കണേ. സ്റ്റേജ് തുറക്കുമ്പോ സ്റ്റേജിന്റെ ഇതില്ലേ വേദിയിൽ വരെ കേറിയിരിക്കുക ആൾക്കാര്. അത് കഴിഞ്ഞ് ഐറ്റംസ് തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾ ഷോ കാണുന്നത്. ഞങ്ങളുടെ റിഹേഴ്സലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കുമ്പോണ്ടല്ലോ ഈ സലീം അതിനകത്തൊരു കഥകളിക്കാരനെ കേട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ നോക്കുമ്പോ അതൊക്കെ ഒരു കുപ്പിയൊക്കെ ഇങ്ങനെ വരിക നേരെ. സലീം വരണോ
എന്തൊരു അവസ്ഥ എന്നറിയാമോ? ഇന്നലെ ആലോചിക്കുമ്പോ അത് ചിരിക്കുന്നുണ്ട്. പക്ഷെ അതോടുകൂടി ആ ഷോ ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു. ആ ഒരു ദിവസത്തെ ആ ഒറ്റ ദിവസത്തെ ഷോ. അത് കഴിഞ്ഞ പിന്നെ ഞാനൊന്നും മിണ്ടുന്നില്ല. എല്ലാവർക്കും ഭയങ്കര കുറ്റബോധമായി. മാറിയൊക്കെ ഇരിക്കുക, എന്റെ പിന്നിലേക്ക് ഇരിക്കുക. അവസാനം ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവാന്ന് പറയും. കാരണം ഇനി അങ്ങോട്ട് 15 ഷോ നിൽക്കുക. അല്ല അതിന്റെ ഗുണം ഷോ അല്ല, ആ സമയത്ത് നമ്മൾ ഷോ കാണണേ. അങ്ങനെ ഞാനും ഇവനും പറഞ്ഞു ഈ ഷോ ഇത് എഡിറ്റ് ചെയ്യാം, ഇത് എഡിറ്റ് ചെയ്തിട്ട് മനസ്സുകൊണ്ട് എഡിറ്റ് ചെയ്തിട്ട് നാളെ റിഹേഴ്സൽ ഇത്ര മണിക്ക് എല്ലാവരും പറഞ്ഞു. കാരണം ഒരു ദിവസം ഉണ്ട്, ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് പിറ്റേ ദിവസം തുടങ്ങി വേറൊരു ഷോയാണ് നമ്മൾ. ഇടിവിട്ട് ഷോ ആയി. പിന്നെ ആ ഷോ ഭയങ്കര സക്സസിലേക്ക് പോയി. അപ്പൊ അങ്ങനെയുള്ള ഷോയുടെ കാര്യം പറയുമ്പോൾ ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സലീമിന്റെ ആ ഒരു ഇത്, അതുപോലെ ഓരോ സ്റ്റേജില് ഐറ്റംസ് അടുത്തടുത്തായി പോയി. അപ്പൊ എനിക്ക് പോയേ പറ്റുള്ളൂ, കാരണം അടുത്തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്ത് വരണം. അപ്പൊ ഒരു ഐറ്റത്തിന് ഞാൻ ആരും ഇല്ലാത്തോണ്ട് ഞാൻ കയറാന്ന് പറഞ്ഞു വെച്ചേക്കാം. പക്ഷെ എനിക്ക് കയറാൻ പറ്റില്ല. ചാട്ടിനകത്ത് നോക്കുമ്പോ ഞാൻ പെട്ടെന്ന് ചെല്ലണം. അപ്പൊ ഞാൻ നോക്കുമ്പോ പെട്ടെന്ന് അശ്വൻ ചേട്ടാ എനിക്ക് വരെ പെട്ടെന്ന് കയറിക്കണം. ഞാനെന്ത് ചെയ്യാനാ ചോദിച്ചു. അല്ല, അവിടെ കയറി ചെന്നിട്ട് ഇതിങ്ങനെ നിന്നാ മതി. അപ്പൊ സംഗീതം കൊണ്ട് ഒരുത്തനെ ശരിയാക്കുന്നതാണ്. അങ്ങനെ അശ്വൻ ചേട്ടൻ സ്റ്റേജില് ഇങ്ങനെ നിക്കാൻ തുടങ്ങിയിട്ട് കുറെ. അപ്പൊ സലീമിന് ഈ അശ്വൻ ചേട്ടൻ നിപ്പിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ നോക്കുമ്പോ ഞാൻ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. നോക്കുമ്പോ സലീം സൈഡില് സ്റ്റേജിൽ നിൽക്കുകയും അശ്വൻ ചേട്ടനെ കാണുകയും സലീം എന്നൊക്കെ പറഞ്ഞ് നടന്നിങ്ങനെ വന്നിട്ട് തിരിച്ചു വരും. എന്നിട്ട് അശ്വൻ ചേട്ടന് അറിയണല്ലോ എന്താ നടക്കണേ ഒന്നുമില്ല. അശ്വൻ ചേട്ടൻ എന്റെ അടുത്ത് വന്നിട്ട് എടാ ഇങ്ങനെ ഒരു കഥാകാരോട് ചെയ്യാൻ പാടില്ലടാ. അതല്ല എന്താ പറ്റിയെന്നറിയോ, അതിനകത്ത് ഒരു എന്തെങ്കിലും ഒരു ചുമ്മാ ഒന്ന് പോടാന്ന് പറഞ്ഞു വിട്ടാൽ മതി. അതല്ല, അപ്പൊ ഇവൻ പറയില്ല. അങ്ങനെയല്ല, അശ്വൻ ചേട്ടന്റെ അടുത്ത് അതിലൊരു പാട്ട് പാടുന്ന ഒരു സാധനമായിരുന്നു. അതായത് പാടിയിട്ട് ഇവൻ ശരിയാവും. അപ്പം അതായത് ഒരാളുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് വരുമ്പോ ആള് പാട്ട് കേട്ടിട്ട് ഇയാള് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇങ്ങനെ ഇരുന്ന് വെച്ചാൽ ആൾ ഇങ്ങനെ ശരിയായി, സംഗീതം കൊണ്ട് ശരിയാക്കി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത്രയും വൃത്തിയായിട്ട ഒരു പാട്ടാണ് പാടുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മുടെ GS വിജയേട്ടനും ലാൽ ജോസ് പറഞ്ഞ പടത്തിന്റെ ഷോ ഡയറക്ടേഴ്സ് അവിടുത്തെ സ്പോൺസറുടെ മകന് പാടണമെന്ന് പറഞ്ഞു. അപ്പൊ ആ പാട്ട് ഇവിടെ ഇടാന്ന് വിചാരിച്ചു. എന്നിട്ട് സ്പോൺസറുടെ മകൻ പാടാൻ കയറി. ഇത് ശരിക്കും പറഞ്ഞാൽ 2 വരി പാടുമ്പോ തന്നെ ശരിയായിട്ട് അടിക്കുന്നതാണ്. ആ പയ്യൻ സംഗീതം എന്നുള്ള പാട്ട് 8 മിനിറ്റ് അങ്ങോട്ടുണ്ട് പാട്ട്. ആ സമയം അതിന്റെ മൂർധന്യത്തില് പുള്ളി ഓക്കെ. പക്ഷെ പുള്ളിയോട് ടൈമിങ് പറഞ്ഞതും പുള്ളിക്ക് ഒരു പിടി കിട്ടില്ല എന്താ ഉണ്ടായെന്ന്. എപ്പോ പോണ അവസാനം സ്ഥലം ഇത് അങ്ങനെ ആ ഷോ അത് പറയാ റിഹേഴ്സൽ എന്ന് പറയുന്നത് വലിയ ഘടകമാണ്. അല്ല, വേറെ കാര്യമുണ്ട്. ഇപ്പൊ ഒരു സ്റ്റേജ് ഷോ എന്നൊക്കെ പറയും. ഇപ്പോഴും ഞങ്ങൾ സ്റ്റേജ് ഷോക്ക് പോകാറുണ്ട്. പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സിനിമ എല്ലാം മാറ്റി വെച്ച് ഒരാഴ്ച അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഇപ്പൊ ഏത് ഷോയ്ക്കും. കാരണം നമുക്ക് അതിനോടുള്ള ഡെഡിക്കേഷൻ. നമ്മൾ എത്രത്തോളം വളരും തോറും നമ്മുടെ ഉത്തരവാദിത്വം കൂടുന്നു എന്ന് പറയുന്ന ഒരു വിഷയമാണ്. കാരണം നമ്മളെ വിശ്വസിച്ചാണ് ഒരുപാട് ആളുകൾ വരുന്നത്. അവരുടെ വിലപ്പെട്ട സമയം മാറ്റി വെച്ചിട്ടാണ് അവർ വരുന്നത്. അപ്പൊ നമ്മൾ അതിനോട് കമ്മിറ്റഡ് ആണ്. കലാകാരന്മാർ അങ്ങനെ ആയിരിക്കും. അതെ, യെസ്, അതൊരു പോയിന്റ് ആണ്. നാദിഷ്കയുടെ എല്ലാ മൂവീസിലും നല്ല കോമഡി വിത്ത് സം സ്റ്റോറി വിത്ത് മോറൽ. അപ്പൊ ഏതെങ്കിലും കോമഡി സീൻ എഡിറ്റിംഗിന് ഇടയിൽ നാദിഷ്ക ഇങ്ങനെ കണ്ടിട്ട് ചിരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സീൻ ലൈക്ക് വെരി ഫണ്ണി ആയിട്ട്? ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളുടെ കുറേ സിനിമകളിൽ അത്യാവശ്യം തമാശകൾ. ഇതിനൊരു കുറെ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രിപ്റ്റിൽ ആദ്യം കേൾക്കും നമ്മൾ ഈ തമാശ, ആ സമയത്ത് കേട്ട് ചിരിക്കും. പിന്നെ ഷൂട്ടിങ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, പിന്നെ എഡിറ്റിംഗ് കണ്ട് അങ്ങനെയൊക്കെ ചിരിച്ചിട്ടും പിന്നെയും ചിരിക്കേണ്ടതായിട്ടുള്ള നമുക്ക് ഇപ്പൊ കണ്ടാലും ചിരി വരുന്ന ദൈവാനുഗ്രഹിച്ചിട്ട് അങ്ങനെയുള്ള ഒരുപാട് സീൻസ് ഉണ്ട്. ഇപ്പൊ ഞങ്ങള് കോമ്പിനേഷനിൽ ചെയ്താണ് കേശു വിടുന്ന നാഥനിൽ ഫോഴ്സ്ഡ് കോമഡിയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ അത് OTT റിലീസാണ്. അതിൻ്റെ അകത്തുള്ള കിട്ടിയൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ കോവിഡ് സമയത്താണ് തിയേറ്റർ സിനിമകളൊക്കെ റിലീസ് ചെയ്യാനായിട്ടുള്ള വളരെ പരിതാപകരമായിട്ട് നിൽക്കുന്ന സമയത്ത് OTT റിലീസ് വന്നപ്പോൾ അത് നല്ല പൈസ പറഞ്ഞു. OTT റിലീസിന് ഗംഭീരമായിട്ടുള്ള പൈസ കിട്ടിയിട്ട് തന്നെയാണ് ആ പടം കൊടുത്തത്. അതിനകത്ത് ഫോഴ്സ്ഡ് കോമഡി ആണെങ്കിൽ പോലും അതൊക്കെ സിനിമയാണ്. സിനിമയിൽ അത് ജനം ഭയങ്കരമായിട്ട് ഏത് ഫാമിലിയും ആ സമയത്ത് അതെ കുട്ടികളടക്കം ഒരുപാട് പേര് ആ സിനിമ കണ്ടു. നമ്മളെ സംബന്ധിച്ച്
കേശു എന്ന് പറയുന്ന ഒരു വേറൊരു ഡിഫറെന്റ് ആയിട്ടൊരു ക്യാരക്ടർ കിട്ടി. ആ ക്യാരക്ടർ അങ്ങനെ പെരുമാറാം, അല്ലാണ്ട് റിയലിസ്റ്റിക് സിനിമയല്ല അത്. അതെ അത് കുറച്ച് നമ്മളൊരു കാരിക്കേച്ചർ മോഡലല്ലേ. സിനിമ എന്ന് പറയുന്നത് എന്താണ്? സിനിമ റിയലിസ്റ്റിക് ആയിട്ടുള്ള മോറൽസും സ്റ്റോറീസും അതിലുണ്ടാകാം, ബട്ട് സം ഡീറ്റെയിൽസ് വുഡ് ബി എക്സാജറേറ്റഡ്. 100% റിയലിസ്റ്റിക് നമുക്ക് ഡോക്യുമെന്ററി എടുത്താൽ മതി. അതെ കറക്റ്റ്. സിനിമയിൽ ഒരു ഫിക്ഷൻ ഉണ്ട്, അതെ ഓഫ് കോഴ്സ് അത് വേണമല്ലോ. സിനിമയാണ്. അതെ ഈ നമ്മള് സ്വപ്നത്തിൽ കാണുന്നത് പോലും നമുക്ക് സ്ക്രീനിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു മീഡിയയാണ്. അതെ ഇന്നിപ്പോ അത് 100% നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം സ്ക്രീനിൽ, അതെ. ടെക്നോളജി വളർന്നുകൊണ്ട്. അതാണ് നമ്മൾ സിനിമയാണ് കാണുന്നത്. അതെ സിനിമയിൽ ചിലപ്പോ കുറച്ച് സിനിമാറ്റിക് ആവും, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് കാണണമെങ്കിൽ ഡോക്യുമെന്ററി. അല്ല എന്നുവെച്ചാൽ അങ്ങനെ വേറെ അർത്ഥത്തിൽ പറയുന്നല്ല. പക്ഷെ നമ്മൾ മലയാളികൾ കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോട് കുറച്ച് താല്പര്യം കൂടുതലാണ്. പ്രോബ്ലി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിനെ സ്ക്രീനിൽ കാണുമ്പോൾ യു ഫീൽ മോർ ഹാപ്പിയർ. പിന്നെ ബിഹേവിയർ ഉണ്ട്. നമ്മളുടെ എക്സ്പീരിയൻസിൽ കോമഡി എന്ന് പറയുന്നത് കുറച്ച് ഫോഴ്സ്ഡ് ആയിട്ട് കാണിച്ചു ഏക്കുള്ളൂ. യെസ് അത് കുറച്ച് ഭയങ്കര സിറ്റുവേഷൻ കോമഡി ആണെങ്കിൽ കുഴപ്പമില്ല, ടച്ച് ചെയ്യും. നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നത് ഒരു പൊടിക്ക് മീറ്റർ കൂടിയിട്ടുള്ളതായിരിക്കും നല്ലത്. ഇപ്പൊ ഞാൻ അഭിനയിച്ചാണെങ്കിലും ചന്ദ്രേട്ടൻ എവിടെയെന്ന് പറഞ്ഞത് ഭയങ്കര റിയലിസ്റ്റിക് ടോണിലാണ് പോണത്, ഒരു അല്ലേ സിനിമാറ്റിക് അല്ലാതെ. അതെ കറക്റ്റ്. പക്ഷെ നമ്മള് നമ്മളിൽ നിന്നൊക്കെ കുറച്ച് സിനിമാറ്റിക് ആണ് ആൾക്കാർ പ്രതീക്ഷിക്കണെന്നാണ് ആളുകൾ പറയുന്നത്. അല്ല ഫണ്ണി ആയിട്ട് ഇപ്പൊ അവൻ ജഗതി ചേട്ടൻ, അമ്പിളി ചേട്ടന്റെ സിനിമകൾ ഇപ്പോഴും കാണുമ്പോൾ നമുക്ക് ചിരിക്കുന്നുണ്ട്. അമ്പിളി ചേട്ടൻ ചെയ്തു വെച്ചേക്കുന്ന എക്സ്പ്രഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ നിന്ന നിപ്പില് ആ ഉദയന താരത്തിലൊക്കെ നവരസങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് വേറൊരു രസം കൂടി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ജഗതി ചേട്ടനൊക്കെ ചെയ്തേക്കുന്ന ചെറിയ ഇപ്പോഴും നമ്മൾ പറഞ്ഞ് ചിരിക്കണമെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു തിന്നുന്നൊരു സാധനമാണെങ്കിൽ പോലും ഈ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ നോക്കുമ്പോൾ ഞെട്ടുന്ന സാധനം ജഗതി ചേട്ടൻ ഒരു 3 ഇരട്ടി ചെയ്തിട്ട് വെച്ച ഇപ്പോഴും നമ്മള് അതൊക്കെ ഇപ്പോഴും കാണുമ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ട്. എത്ര തരത്തിലും ഒരു എക്സ്പ്രഷനെ എത്രയോ രീതിയിൽ ചെയ്തു കാണിക്കുമ്പോ അനിയനേതാ വേണ്ടത്, ഞാൻ ഇങ്ങനെ നോക്കണോ, ഇങ്ങനെ നോക്കണോ, അങ്ങനെ നോക്കണം, അങ്ങനെ നോക്കണോ, ഈ നോട്ടത്തിന് എത്ര തരത്തിൽ കാണിക്കുന്നറിയോ? ഒറ്റ ചോദ്യം, ഇത് ചളം വേണോ, ചച്ചളം വേണോ, ചച്ചളം വേണോ, ഏത് വേണമെന്ന് അനിയൻ തീരുമാനിക്കും. റിയല് തുടങ്ങി ഏത് മീറ്ററിലുള്ള സാധനം വരെയും കയ്യിലുണ്ട്. എന്താ വേണ്ടത് സെലക്ട് ചെയ്യുന്ന ആളുടെ മുന്നിൽ പോയിരിക്കും. അപ്പൊ ഇനി ദിലീപേട്ടന്റെ മൂവി വരാനിരിക്കുന്നത് ബബ ബബ. അതില് ലാലേട്ടൻ ഉണ്ടോ? എല്ലാം കണ്ടു നോക്കൂ. ലാലേട്ടൻ മറ്റേ സ്റ്റാർ സിംഗറിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു ഞാൻ, ആ ഷൂട്ടിൽ നിന്നാണ് വന്നതെന്ന്, സെറ്റിൽ നിന്ന്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കാൻ പറഞ്ഞതാ, ഇത് ചോദിക്കുന്നത് ശരിയാണോ അല്ലേന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു അതെന്തായാലും ഞങ്ങൾ ചോദ്യം ചോദിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, തിയേറ്ററിൽ ഒന്ന് കാണാൻ പറഞ്ഞു. നാദിഷ്കയുടെ ഒരു പുതിയ ആരൊക്കെ എന്റെ സിനിമയിലൊന്ന് തിയേറ്ററിൽ ഒന്ന് കാണാൻ പറഞ്ഞു. അത് ഡെഫിനറ്റ്ലി നാദിഷ്കയുടെ പുതിയൊരു മൂവി, അത് മാജിക് മഷ്റൂംസ് എന്ന് പറഞ്ഞ അതൊരു കട്ടപ്പനയിലെ ഒരു വർഷം പോലത്തെ ആ ഒരു ജോണറുള്ള സിനിമയാണ്. അതിനകത്തൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിലൊരു സോങ്സ് തന്നെ 5 സോങ്സ് ഉണ്ട്. എല്ലാം ഒരു അത്യാവശ്യം ഈ പറയുന്ന ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ടൈപ്പ്. അതിൽ ശങ്കർ മഹാദേവൻ, ശ്രേയ ഘോഷൽ, ചിത്ര ചേച്ചി, പിന്നെ റിമി ടോമി, ജാസി ഗിഫ്റ്റ്, വിനി ശ്രീനിവാസൻ, പിന്നെ അങ്ങനെ ഒരു നിരയുണ്ട്. പിന്നെ എന്റെ മോളും പാടിയുണ്ട്, എന്റെ മോളും പാടിയുണ്ട്. അതൊരു മ്യൂസിക്കൽ ജേണി പോലത്തെ അങ്ങനത്തെ ഒരു സിനിമ. അടിപൊളി. അപ്പൊ കമ്മിങ് ബാക്ക് ടു ദേഫുട്ട്, ഈ ദേഫുട്ടില് ദിലീപേട്ടന്റെ മൂവീസിന്റെയും അമർ അക്ബർ ആന്റണി, 7 സുന്ദര രാത്രികൾ, അങ്ങനെ മൂവീസുമായിട്ട് സാമ്യപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇവിടുത്തെ ഷെഫുമാര് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ ഏത് ഞങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം? നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം. ഓക്കെ, ദിലീപേട്ടന്റെ ഫേവറേറ്റ്? ഞാൻ പറഞ്ഞ ഓരോ ദിവസം ഓരോരോ ഡിഷുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ പുതിയതായിട്ട് എന്ത് വന്നാലും നമ്മൾ ഇന്നിപ്പോ ഈ നമ്മൾ സാധാരണ അട എന്ന് പറയുമ്പോഴുണ്ടാവുന്നത് പഴവും മറ്റേ ശർക്കര, അവല് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ മിക്സ്ഡ് ആയിരിക്കും.
അപ്പൊ അതില് ഒരു പരീക്ഷണത്തിൽ അതിലൊരു നോൺ വെജ് ആഡ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? ഓക്കെ. ഇതുമായിട്ട് ചേർന്ന് പോകുന്ന സാധുള്ള എന്ത് സാധനം. അപ്പൊ അതിന് ഒരു സ്നാക്സിൽ പോലും ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഈ പേരും മൂവിയും ആ ഫുഡുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങൾ ഉണ്ടാവും? ഞാൻ നേരത്തെ പറഞ്ഞത് ഈ 7 സുന്ദര രാത്രികൾ എന്ന് പറയുമ്പോൾ 7 ഡിഷ് ഉണ്ടാവും അതില്. ഓക്കെ. 7 സുന്ദരമായ ഭക്ഷണങ്ങൾ വാവ്. പുട്ടില്. അതില് ചിലപ്പോ അരിപ്പുട്ട്, അതിന്റെ കൂടെ ചിക്കൻ, അത് കഴിഞ്ഞ് ഗോതമ്പ് പുട്ട്, അതിന്റെ കൂടെ ചെമ്മീൻ, അത് കഴിഞ്ഞ് റാഗിപ്പുട്ട്, അതിന്റെ കൂടെ ബീഫ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വരുന്ന ഒരു ചെടി. ഈ ഇന്റർവ്യൂ തന്നെ എനിക്ക് വിശക്കുന്നു കേട്ട് കേട്ട്. അപ്പൊ നമ്മുടെ ബഹ്റിനിലുള്ള എല്ലാരോടും, ദിലീപേട്ടനും നാദിഷ്കയ്ക്കും എന്താണ് പറയാനുള്ളത് നമ്മുടെ മിർച്ചി ലിസണേഴ്സിനോട്? സമയം കിട്ടുമ്പോഴൊക്കെ ദേപുട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക. ഇത് നിങ്ങളുടേതാണ്. ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുകളും തരിക. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. നിങ്ങളുടെ സ്നേഹം ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാവണം. ദേപുട്ടിനോടൊപ്പം. താങ്ക് യു സോ മച്ച് ദിലീപേട്ട. താങ്ക് യു സോ മച്ച് നാദിഷ്ക. താങ്ക് യു.